അനന്തപുരിയെ ആനന്ദത്തിൽ ആറാടിച്ച് ഗോപികാ നൃത്തം. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ബാലഗോകുലം തിരുവനന്തപുരം മഹാനഗരം സംഘടിപ്പിച്ച ഗോപികാ നൃത്തം കാഴ്ചക്കാരുടെ കണ്ണുകളിൽ കണ്ണന്റെ ആനന്ദ നൃത്തമായിരുന്നു. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശത്തോടു കൂടിയാണ് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ബാലഗോകുലം സംഘടിപ്പിക്കുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം തിരുവനന്തപുരം മഹാനഗരം സംഘടിപ്പിച്ച ഗോപികാ നൃത്തത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സ്വസ്തി ഫൗണ്ടേഷൻ ട്രസ്റ്റിയും മാധ്യമപ്രവർത്തകയുമായ കാർത്യായനി സുരേഷ് നിർവഹിച്ചു. ഗോപിക നൃത്തം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലായാലും അതുപോലെ തന്നെ ജയദേവന്റെ ഭജഗോവിന്ദത്തിലായാലും എല്ലാം തന്നെ രാസലീല, അത് കൃഷ്ണനിൽ അലിഞ്ഞ് ചേരുന്ന ആ ഭക്തിയാണ് കാണിക്കുന്നത്. ഗോപികമാരുടെ ഉള്ളിൽ നിഷ്കളങ്കമായ ഭക്തിയാണ്. ഇന്നിവിടെ ഗോപിക നൃത്തം അവതരിപ്പിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മനസ്സിൽ നിറഞ്ഞ ഭക്തിയോടുകൂടി കൃഷ്ണനെ സമർപ്പിച്ചുകൊണ്ട് നൃത്തം ചെയ്യുക. അമ്പാടിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും വേഷമിട്ട കുട്ടികൾ അവതരിപ്പിച്ച നൃത്തങ്ങൾ കണ്ണിന് കുളിർമയേകുന്ന കണ്ണന്റെ ആനന്ദ നടനമായിരുന്നു. പരിപാടിയിൽ ബാലഗോകുലം ഉത്തര കേരളം ഭവനി പ്രമുഖ രമാദേവി, മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ റാണി മോഹൻദാസ്, ബാലഗോകുലം തിരുവനന്തപുരം മഹാനഗർ അധ്യക്ഷൻ പ്രൊഫസർ ടി എസ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.